കുറേ പേരുടെ സംശയമാണ് എങ്ങനെയാണ് ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ യൂസ് ചെയ്യുന്നതെന്നും അത് വെച്ച് എങ്ങനെ ട്രേഡ് നോക്കുന്നതെന്നും OT എന്താണെന്നൊക്കെ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ അത് നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാം. ട്രേഡിംഗ് വ്യൂവിൽ നിങ്ങൾ ഡ്രോയിങ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ്, അതായത് ഫിബ് റിട്രേസ്മെൻറ്റ് എന്നൊരു ടൂൾ കാണും. അപ്പോൾ അതെടുത്ത് കഴിഞ്ഞ് നിങ്ങൾ അതിൽ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ സെറ്റിങ്സിലേക്ക് പോവുകയും അവിടെ നിങ്ങൾക്ക് കുറേ ലെവൽസുകൾ കാണാൻ പറ്റുന്നതുമാണ്. അതിൽ നിങ്ങൾക്ക് ഡിഫോൾട്ടായിട്ടായിരിക്കും ലെവൽസ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താക്കുക, ഈ കാണുന്ന 5 ലെവൽസ് മാത്രം ടിക്ക് ചെയ്ത് സേവ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് പിന്നീട് ഉപകാരപ്പെടും. ഓക്കെ, നമുക്കിനി ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. മാർക്കറ്റിൽ ഒരു ഹയർ ഹൈ ഹയർ ലോ ക്രിയേറ്റ് ചെയ്ത് പോകുക, അല്ലെങ്കിൽ അത് നേരെ ഓപ്പോസിറ്റ് ലോവർ ലോ ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കവിടെ ഒരു ബ്രേക്ക് സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ലോയിൽ നിന്നും സ്വിംഗ് ഹൈ വരെ നമുക്ക് ഈ ഫിബ് ടൂൾ ഉപയോഗിച്ച് വരയ്ക്കുകയും അത് വരുന്ന 0.62 0.78 OT ലെവലായിട്ട് എടുക്കുകയും അവിടെ നമുക്കൊരു എൻട്രി നോക്കാവുന്നതാണ്. OT എന്ന് വെച്ചാൽ ഒപ്റ്റിമൽ ട്രേഡ് എൻട്രി. ആ ഫിബിൻ്റെ ആ OT ലെവൽ പിന്നീട് ഒരു ഗോൾഡൻ സോണായി റിയാക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. നമുക്കിത് ചാർട്ടിൽ പോയിട്ട് എങ്ങനെയാണ് വർക്കാവുന്നതെന്ന് നോക്കാം. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ആ മാർക്കറ്റ് സ്വിംഗ് ലോയിനെ ബ്രേക്ക് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫിബ് യൂസ് ചെയ്തിട്ട് ആ സ്വിംഗ് ഹൈയിൽ നിന്നും ലോയിലേക്ക് വരച്ച് കഴിഞ്ഞാൽ ആ 0.78 0.62 ഒരു OT ലെവൽ നമുക്കവിടെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. സോ ആ OT ലെവൽ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നൊരു നല്ലൊരു ഷോർട്ട് എൻട്രി എടുക്കാവുന്നതും ആ സ്വിംഗ് ഹൈയിൽ സ്റ്റോപ്പ് ലോസും അതിനുശേഷം 1:2 ടാർഗറ്റ് വെക്കാവുന്നതാണ്. വേറെ എൻട്രി നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി ഒരു ബ്രേക്ക് സ്ട്രക്ചർ തന്നു. ആ സ്വിംഗ് ലോയിനും സ്വിംഗ് ഹൈയിലേക്ക് മാർക്ക് ചെയ്യും. നിങ്ങൾക്ക് അവിടെ കറക്റ്റ് കാണാൻ പറ്റും എത്രത്തോളം ആ ഒരു OT ലെവലിനെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നുണ്ടെന്നും. അവിടെ ടാപ്പ് ചെയ്ത ശേഷം ഒരു വിക്ക് ലെവൽ നമുക്കൊരു നല്ലൊരു റിട്രേസ്മെൻറ്റ് അവിടെ തന്നിട്ടുണ്ട്. ഏകദേശം 1:2 നമുക്ക് അവിടെ എൻട്രി നോക്കാവുന്നതാണ്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഏത് ലിക്വിഡിറ്റി ആയിട്ട് എടുത്തതെന്നും ഇനി മാർക്കറ്റ് ഏത് സൈഡിലോട്ടാണ് പോകേണ്ടതെന്നും ആ ഡയറക്ഷൻ നിങ്ങൾ ഫിക്സ് ആക്കിയ ശേഷം ആ ഡയറക്ഷനിലോട്ട് മാത്രം നിങ്ങൾ എൻട്രി നോക്കാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഫിബൊനാച്ചി ടൂൾ ഉപയോഗിച്ച് എങ്ങനെയാണ് എൻട്രി എടുക്കേണ്ടതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് ഒരു ടോപ്പിക്കായിട്ട് കാണുന്നതുവരെ ബൈ.